ഹായ് ഫ്രണ്ട്സ്, പഞ്ചാബി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പഞ്ചാബി അക്ഷരമാല. പഞ്ചാബി അക്ഷരമാല നമ്മൾ നേരത്തെ പഠിച്ചു. അതിനെ ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് ഇന്ന് പഠിക്കാൻ പോവുകയാണ്. പഞ്ചാബി ആൽഫബറ്റ്സ്. നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചിട്ടാണ് നമ്മൾ ഏതൊരു ലാംഗ്വേജും നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പഞ്ചാബി ആൽഫബറ്റ്സ് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. പഞ്ചാബി വർണ്ണമാല. പഞ്ചാബി വർണ്ണമാല നമുക്ക് നോക്കാം. ഇതാണ് പഞ്ചാബിയിലെ ആ. ആ. ഇത് ആ എന്നുള്ളതിന്റെ ദീർഘസ്വരം ആ. ആ. ഇത് ഇ. 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 ഇത് ഈ. ഇനി നമുക്ക് ഉ എങ്ങനെ നോക്കാം. പഞ്ചാബിയിൽ ഉ. ഇതാണ് പഞ്ചാബിയിൽ ഉ. ഉ. ഇനി ഉ എന്നുള്ളതിന്റെ ദീർഘസ്വരം ഊ എങ്ങനെ നോക്കാം. താഴെ ഒരു വളഞ്ഞ വര, അതിന്റെ താഴെ ഒരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ ദീർഘസ്വരായി ഊ. ഊ. ഇത് എ. എ. പഞ്ചാബിയിലെ എ എങ്ങനെ എഴുതാൻ നോക്കാം. എ. ഇത് ഐ. പഞ്ചാബിയിലെ ഐ. ഐ. ഇത് ഓ. പഞ്ചാബിയിലെ ഓ. ഓ. ഇത് ഔ. പഞ്ചാബിയിലെ ഔ. ഔ. ഇത് പഞ്ചാബിയിലെ അം. 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 ഇത് അഹ. അഹ. പഞ്ചാബിയിലെ അഹ. ഇത്രയുമാണ് പഞ്ചാബിയിലെ സ്വരാക്ഷരങ്ങൾ. ഇനി നമുക്ക് വ്യഞ്ജനങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് പഞ്ചാബിയിലെ ക എങ്ങനെ നോക്കാം. ക. ക വളരെ സിമ്പിളാണ്. ക. ക. ഇത് പഞ്ചാബിയിലെ ഖ. നഖം എന്നുള്ളത്തെ ഖ. 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 ഇത് ഗ. പഞ്ചാബിയിലെ ഗ. ഗാനം എന്നുള്ളതിലെ ഗ. ഇത് ഘ. ഘ. രഘു എന്നുള്ളതിലെ ഖ. ഖ. ഖനം എന്നുള്ളതിലെ ഖ. ഇത് പഞ്ചാബിയിലെ ങ. ങ. ങ.
പഞ്ചാബിയിലെ ച. ഇത് പഞ്ചാബിയിലെ ഛ. 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 അച്ഛൻ എന്നുള്ളതിലെ ആ ഒരു ഛ. ഇത് പഞ്ചാബിയിലെ ജ. ജ. ജവാൻ എന്നുള്ളതിലെ ജ. ഇത് പഞ്ചാബിയിലെ ഛ. ഈ ഛ. ഛ. ഝാൻസി എന്നുള്ളതിലെ ഛ. ഇത് പഞ്ചാബിയിലെ ഞ. ഞ. ഞാൻ എന്നുള്ളതിലെ ഞ. ട. ട. ഇത് പഞ്ചാബിയിലെ ട. ഠ. ഇത് പഞ്ചാബിയിലെ ഠ. ഠ. ഡ. ഇത് പഞ്ചാബിയിലെ ഡ. ഡോക്ടർ എന്നുള്ളതിലെ ഡ. ഇത് പഞ്ചാബിയിലെ ഢ. ഢ. ഢമരു എന്നുള്ളതിലെ ഢ. ഇത് പഞ്ചാബിയിലെ ന. ന. മണി എന്നുള്ളതിലെ ന. ത. ഇത് പഞ്ചാബിയിലെ ത. ഥ. ഥ. ഇത് പഞ്ചാബിയിലെ ഥ. കഥ എന്നുള്ളതിലെ ഥ. ഇത് ദ. പഞ്ചാബിയിലെ ദ. ഇത് ധ. പഞ്ചാബിയിലെ ധ. മധു എന്നുള്ളതിലെ ധ. ഇത് പഞ്ചാബിയിലെ ന. ന. ഇത് പഞ്ചാബിയിലെ പ. പ. ഇത് പഞ്ചാബിയിലെ ഭ. ഭ. ഫലം എന്നുള്ളതിലെ ഭ. ഭ. ഇത് പഞ്ചാബിയിലെ ബ. ബലൂൺ എന്നുള്ളതിലെ ബ. ബ. ഇത് പഞ്ചാബിയിലെ ഭ. ഭൂമി എന്നുള്ളതിലെ ഭ. ഭ. ഇത് പഞ്ചാബിയിലെ മ. മ. ഇത് പഞ്ചാബിയിലെ യ. യ. ര. ഇത് പഞ്ചാബിയിലെ ര. ല. ഇത് പഞ്ചാബിയിലെ ല. വ. ഇത് പഞ്ചാബിയിലെ വ. വ. ഇത് പഞ്ചാബിയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ്. എടാ. എടാ എന്നുള്ളൊരു സൗണ്ടാണ്.
ഇത് ഷ എന്നും ചിലയിടങ്ങളിൽ ഷ എന്നും ഉച്ചരിക്കും. ഇത് സ സ. ഇത് പഞ്ചാബിയിൽ ഹ ഹ കാരാണ്. ബേസിക്കലി പഞ്ചാബ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ കിടക്കുന്നത് കാരണം ഉറുദു ഭാഷയുമായിട്ട് ഇതിന് ഒരുപാട് ടച്ച് ഉണ്ട്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഉറുദു ഭാഷയിൽ വരുന്ന ചില സൗണ്ടുകൾ കൂടി പഞ്ചാബി ഭാഷയിൽ വരുന്നുണ്ട്. അവ മൃദുസ്വരങ്ങളാണ്. അവ ഏതൊക്കെ നോക്കാം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ഖ എന്നുള്ള സൗണ്ടാണ് ഖ പെർ ബിന്ദി. അതായത് ഖ എന്നുള്ളതിൻ്റെ താഴെ ചെറിയ ഒരു ഡോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഹ ഹ എന്നുള്ളൊരു സൗണ്ടാണ് വരിക. അത് ഉറുദു ഭാഷയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സൗണ്ടാണ്. ഹ ഹാലി ഖത്ര എന്നൊക്കെ പറയും. ഇതും ഉറുദു ഭാഷയുമായിട്ടുള്ള ഒരു സംസർഗം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സൗണ്ടാണ്. ഗ ഗ എന്നാണ്. ഗ എന്നുള്ളതിൻ്റെ ഒരു മൃദുസ്വരമാണ് ഗ. ഗുലാം എന്നൊക്കെ പറയുന്ന ആ ഒരു സൗണ്ട് ഗ. മലയാളത്തിൽ ഒരു ഈക്വലന്റ് ഇല്ല, എങ്കിലും നമുക്ക് ഒരു ഗ ഇട്ടിട്ട് താഴെ ഒരു കുത്തിട്ടാൽ ഏകദേശം ഒരു ഗ നമുക്ക് വായിക്കാം. ഇത് ജ എന്നാണ് വായിക്കുക. ജ എന്നുള്ളതിന് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ സ സ. നമുക്ക് മലയാളത്തിൽ ഒരു ഈക്വലന്റ് ഇല്ല. സ എന്നുള്ളതാണ് സൗണ്ട്. അതായത് സയ സ സറൂറത്ത് സറ എന്നൊക്കെ പറയുന്ന ആ ഒരു സൗണ്ടാണ് വരുന്നത്. ഇനി ഇതിന് പഞ്ചാബിയിൽ ഫ ഫ എന്നുള്ളൊരു സൗണ്ടാണ്. ഫ ഫലം എന്നുള്ളതിൽ ആ ഒരു സൗണ്ടാണ് വരുന്നത്. ഇനി ലാസ്റ്റ് വരുന്നൊരു സൗണ്ടാണ് ഇത് ല എന്നുള്ള സൗണ്ടാണ്. ല എന്നുള്ളതിൻ്റെ അടിയിൽ ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ മലയാളത്തിലെ ള ള ളാക്കാരാണിത് ള. അപ്പം ഇത്രയുമാണ് പഞ്ചാബി ഭാഷയിലെ സ്വര വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ടാക്കാൻ പഠിക്കാം. പഞ്ചാബി ഭാഷയിലെ കുറച്ച് വേർഡ്സ് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് പഞ്ചാബി ഭാഷയിലെ വള്ളിയും പുള്ളിയൊക്കെ എങ്ങനെയാണ് ഇടുന്നത് നോക്കാം. നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ക ഉപയോഗിക്കാം. ക ക ഇത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക. ഇവിടെ ഒരു വരയിട്ടുണ്ടെങ്കിൽ ക ക. ഇത് കാ. ഇത് കി കി ചെറിയ കി. ഇത് നീണ്ട കി കീ. ഇത് കോ കോ. അടിയിലൊരു വളഞ്ഞ വരട്ട് കഴിഞ്ഞാൽ കോ. ഇത് കൂ കു എന്നുള്ളതിന്റെ ദീർഘസ്വരം കൂ. ഇത് കെ കെ. ഇത് കൈ കൈ കൈ. ക എന്നുള്ളതിന്റെ മുകളിൽ ഒരു 2 വര ഇട്ട് കഴിഞ്ഞാൽ കൈ. ഇത് കോ കോ. ക എന്ന് എഴുതിയിട്ട് മുകളിൽ ചെറിയൊരു വളഞ്ഞ വര വരച്ചാൽ അത് കോ ആയി. ഇത് കൗ കൗ. ക എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു വളഞ്ഞ വര, പിന്നെ അതിൽ നിന്നൊരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കൗ എന്നായി. ഇത് കം കം. നമ്മൾ
ക എന്ന് എഴുതിയിട്ട് മാക്കാരിടുന്നത്. ഇതാണ് കം. കം. ഇത് കഹ. കഹ. ഗ. ഗ. ഗി. ഗി. ഗു. ഗു. गे. गाय. गो. गौ. गम. गा. खा. खा. खी. खी. खू. खू. खे. खाई. खो. खौ. खम. खा. चा. चा. ची. ची. चू. चू. चे. चाई. चो. ചൗ. ചം. ച. ത. ട. ടി. ടി. ടു. ടു. ടെ. ടൈ. ടോ. ടൗ. ടം. ട. ഇങ്ങനെയാണ് വള്ളിയും പുള്ളിയൊക്കെ പഞ്ചാബി ഭാഷയിൽ വരുന്നത്. ഇനി നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്ക് ഓരോ ചെറിയ ചെറിയ വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അഖ്. അഖ് എന്ന് പറഞ്ഞാല് അഖ് കണ്ണാണ്. അഖ് കണ്ണ്. അഖ് കണ്ണ്. അഖ കണ്ണുകൾ എന്നൊക്കെ പറയാം.
ഹാഥി, ഹാഥി. ആന, ആനയ്ക്കാണ് ഹാഥി എന്ന് പറയുന്നത്. കബൂത്തർ, കബൂത്തർ. കബൂത്തർ, പ്രാവിനാണ് കബൂത്തർ എന്ന് പറയുന്നത്. ഘോഡ, ഘോഡ. കുതിരയ്ക്കാണ് ഘോഡ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ കണ്ടില്ലേ, ഈ ഇട എന്നുള്ളൊരു സൗണ്ട് ഇവിടെ വന്നു. ഛത്തരി, ഛത്തരി. കുട, കുടയ്ക്കാണ് ഛത്തരി എന്ന് പഞ്ചാബിയിൽ പറയുന്നത്. ടമാട്ടർ, ടമാട്ടർ. തക്കാളിക്കാണ് ടമാട്ടർ എന്ന് പറയുന്നത്. തിത്ലി, തിത്ലി. പൂമ്പാറ്റ, പൂമ്പാറ്റയ്ക്കാണ് തിത്ലി എന്ന് പറയുന്നത്. അമ്പ്, അമ്പ് എന്ന് പറഞ്ഞാൽ മാങ്ങയ്ക്കാണ് അമ്പ് എന്ന് പഞ്ചാബിയിൽ പറയുന്നത്. കിതാബ്, കിതാബ്. പുസ്തകം, പുസ്തകത്തിനാണ് പഞ്ചാബിയിൽ കിതാബ് എന്ന് പറയുന്നത്. ഗുലാബ്, ഗുലാബ്. റോസിനാണ് ഗുലാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചെറിയ ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. എവിടേക്കാണ് അതിൻ്റെ വള്ളി, അതിൻ്റെ പുള്ളി, അങ്ങനെ കാര്യങ്ങളെല്ലാം എവിടേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ നമുക്ക് പഠിക്കാം. പഞ്ചാബിയിലെ ഗ്രാമർ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു.